ഹേ വാട്ട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇത് നമ്മുടെ റോഡ് ബൈക്ക് ജേണി തുടങ്ങിയിട്ട് ഏകദേശം 25 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ നമ്മളോട് ഓൾറെഡി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ റിവ്യൂ ചെയ്യണമെന്ന്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്യാണ്ട് എങ്ങനെ റിവ്യൂ ചെയ്യുന്നത്. സോ അതേ ഞാൻ പറഞ്ഞ പോലെ 25 ദിവസം കഴിഞ്ഞു, ഒരു 1000 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ റിവ്യൂ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ഒരു ന്യൂ ബൈക്ക് ഡേ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വണ്ടി എടുക്കാൻ നേരത്ത് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യുമല്ലോ. അങ്ങനെ റിസർച്ച് ചെയ്ത് വന്നിട്ട് മെറിഡ ഫ്രെയിംസിൻ്റെ ഒരു ബിഗ് ഫാനായി മാറി കേട്ടോ. അപ്പോൾ അത് ഇപ്പം മെറിഡ എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ അത് തന്നെയാണ്, ഇവരുടെ ഫ്രെയിമാണ്. അപ്പം എന്താണ് വണ്ടിയുടെ റിവ്യൂ നമ്മൾ തുടങ്ങുമ്പോഴും ഫ്രെയിമിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ അതേ നമ്മുടെ വണ്ടി വരുന്നത് മെറിഡ സ്കൾപ്ചർ 300 ആണ്. അപ്പോൾ ഇവരുടെ 100 സീരീസ് വണ്ടികളൊക്കെ അലോയ് വണ്ടികളും 1000 സീരീസ് വണ്ടികൾ ഫുള്ളി കാർബൺ വണ്ടികളും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഹൈബ്രിഡ് വണ്ടികൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ അലോയ് വണ്ടിയാണെങ്കിൽ 6061 അലോയ് ഫ്രെയിം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേ ഇതെന്ന് പറഞ്ഞാൽ 6066 അലോയ് ഫ്രെയിമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന എലമെൻറ്റ്സ് സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറൻസ് എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു 6066 വരുമ്പോഴത്തേനും ഇതിൽ യൂസ് ചെയ്തേക്കുന്ന അലുമിനിയം കുറവായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മുടെ കോപ്പർ അല്ലെങ്കിൽ ക്രോമിയം ഒക്കെ, അതായത് ബാക്കി എലമെൻറ്റ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എലമെൻറ്റ് മിക്സിങ്ങിൻ്റെ അളവ് കൊണ്ട് ഇതിൽ വരുന്ന ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ 6061ൻ്റെ ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ 6061നെ വെച്ച് നോക്കുമ്പോൾ സംഭവം ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. പിന്നെ പറയാവുന്നത് ഇതിൻ്റെ സ്റ്റാറ്റിക് സ്ട്രെങ്ത് ആണ്. അതായത് ഇൻ കേസ് നമ്മളൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു തട്ടോ മുട്ടോ ഒക്കെ പറ്റുവാണെങ്കിൽ ഇത് ബ്രേക്ക് ആവാനുള്ള സാധ്യത കുറച്ചുകൂടെ കുറവാണ് മറ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് മോൾഡ് ചെയ്യാനുള്ളൊരു എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻലി ഒരു 6066 ഫ്രെയിമിൻ്റെ ഡിഫറൻസ് എന്ന് വേണേൽ പറയാം. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബഡ്ഡിങ്ങിൻ്റെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ യൂഷ്വലി കേട്ടിട്ടുണ്ടാവും സിംഗിൾ ബഡഡ് അല്ലെങ്കിൽ ഡബിൾ ബഡഡ് അലോയ് ഫ്രെയിംസ് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ഫ്രെയിം വരുമ്പോൾ നമുക്ക് ട്രിപ്പിൾ ബഡഡ് അലോയ് ഫ്രെയിം ആട്ടോ വരുന്നത്. അപ്പോൾ സംഭവം ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 തരത്തിലുള്ള ബഡ്ഡിങ് വരും. അതായത് ഇപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് വരുന്ന ഈ ഒരു ഭാഗത്തൊരു ബഡ്ഡിങ് ആയിരിക്കും, ഇവിടെ വേറെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം സ്ട്രെസ്സ് വരാത്തൊരു പോർഷനാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാൾ തിക്നെസ് വളരെ കുറവായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി സ്ട്രെസ്സ് വരുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്ട്രെസ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ബഡ്ഡിങ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ കുറച്ച് വാളിൻ്റെ തിക്നെസ് കൂടുതലുണ്ടായിരിക്കും. ഓക്കെ, അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബഡഡ് അലോയ് ഫ്രെയിമാണ്. അപ്പം മെറിഡയുടെ ഇപ്പം റോഡ് ബൈക്ക് സീരീസ് വേണമെങ്കിൽ നമുക്ക് ബേസിക്കലി 3 പറയാം. ഒന്ന് നമ്മുടെ സ്കൾപ്ചറ സീരീസ് ഉണ്ട്, പിന്നെ നമ്മുടെ പക്ക റേസിങ്. സ്കൾപ്ചറ എന്ന് പറഞ്ഞാൽ റോഡ് റേസ് കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ മെയിൻ, അതായത് പക്ക കാർബൺ എയറോ റോഡ് റേസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റോ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഇതിപ്പോൾ സ്കൾപ്ചറ ഉണ്ട്, റിയാക്റ്റോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് നമുക്ക് സ്കൾപ്ചറ എൻഡൂറൻസ് എന്ന് പറഞ്ഞൊരു സീരീസ് അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സംഭവം ജോമെട്രിയാണ്. അപ്പോൾ ഞാൻ ഇതെടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ സംഭവം എൻഡൂറൻസ് വണ്ടിയാണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പക്ക പെർഫോമൻസ് റോഡ് ബൈക്കാണെന്ന് ചോദിച്ചാൽ അതുമല്ല. കാരണം ഇതിൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ അത്ര അഗ്രസീവ് അല്ല താനും, എന്നാൽ ഒരു എൻഡൂറൻസ് വണ്ടീനെ പോലെ അത്ര ഒരു അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കുകയാണെന്ന് ചോദിച്ചാൽ അതുമല്ല. പെർഫോമൻസ് ആണെന്ന് ചോദിച്ചാൽ അതെ, എൻഡൂറൻസ് ആണെന്ന് ചോദിച്ചാൽ വേണേൽ അങ്ങനെയും പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മെറിഡയുടെ വേറൊരു പ്രത്യേകതയാണ് ഇവർ കൊടുക്കുന്ന ഫ്രെയിം സൈസുകൾ. അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ബ്രാൻഡിൻ്റെ ഫ്രെയിം സൈസ് നോക്കുകയാണെങ്കിൽ സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ എന്ന് പറഞ്ഞാൽ സ്മോൾ കഴിഞ്ഞാൽ സ്മോൾ മീഡിയം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മീഡിയം ലാർജ് ഉണ്ട്, പിന്നീടാണ് ലാർജ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇത് ആക്ച്വലി സ്മോൾ മീഡിയം ഫ്രെയിമാണ് വരുന്നത്. അപ്പം എനിക്ക് വേണമെങ്കിൽ സ്മോൾ ഫ്രെയിം യൂസ് ചെയ്യാം, ബട്ട് മീഡിയം ലാർജിലേക്ക് പോകുമ്പോഴത്തേനും അത് കുറച്ച് വലുതായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ നിന്ന് മാറ്റി നമ്മൾ അടുത്ത ഇപ്പോൾ ഇവരുടെ ബാക്കി കോമ്പോണൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ സീറ്റ് പോസ്റ്റ് അല്ലെങ്കിൽ സീറ്റ്, ഹാൻഡിൽ ബാർ, സ്റ്റെമ്മ് എല്ലാം വരുവാണെങ്കിലും നമ്മുടെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കല്ലിലാട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വരുവാണെങ്കിൽ നമ്മുടെ മെറിഡയുടെ തന്നെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മ് വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. ഞാൻ ആക്ച്വലി മാറ്റി കേട്ടോ. അപ്പോൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിവരുടെ ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഇവിടെ UCI അപ്രൂവ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ UCIയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനൊക്കെ മീറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പം എന്താണ് UCI എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ സൈക്ലിംഗ് യൂണിയൻ എന്ന് പറയാം. പക്ഷേ ആക്ച്വലി എന്തൊരു ഫ്രഞ്ച് വേർഡാണ്, അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ സംഭവം അതാണ്, UCIയുടെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അത് പാലിച്ച് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് ഈ UCI അപ്രൂവ്ഡ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറായിട്ട് വരുന്ന ഫ്രെയിംസൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വണ്ടിയുടെ ഗ്രൂപ്പ് സെറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി ഷിമാനോ ടിയാഗര വരുന്നൊരു വണ്ടി കേട്ടോ. ഇപ്പോൾ ടിയാഗര എന്ന് പറഞ്ഞാൽ സംഭവം 10 സ്പീഡാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഷിഫ്റ്റീസ് നോക്കുകയാണെങ്കിൽ ഷിമാനോ ടിയാഗരയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ക്രാങ്ക് വരുന്നതും ഷിമാനോ ടിയാഗര തന്നെയാണ് കേട്ടോ. FDയും അതായത് RDയും
ടിയാഗ്ര തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു കാസറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റോക്ക് വരുന്ന കാസറ്റ് എന്ന് പറഞ്ഞാൽ 12-28 ആയിരുന്നു കേട്ടോ. 12-28 റിംഗ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, കാസറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്ത് 11-34 ഇട്ട് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലൈമ്പൊക്കെ ചെയ്യാനുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാനത് 28 ഒന്ന് മാറ്റിയത് 34 ഇട്ട് കേട്ടോ. അതും ഷിമാനോടെ തന്നെ കാസറ്റാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഹബ്ബ് രണ്ടും വരുമ്പോഴത്തേനും ഷിമാനോടെ ഹബ്ബാണ് വരുന്നത്. അതുപോലെ നമ്മുടെ BB വരുന്നത് ഷിമാനോടെ ബോട്ടം ബ്രാക്കറ്റാണ് വരുന്നത്. പിന്നെ എന്താണ്, നമുക്ക് ആക്ച്വലി ഇതിൽ പെഡൽ വരുന്നില്ല. അപ്പോൾ പെഡൽ എക്സ്ട്രാ വേറെ വെച്ചേക്കുന്ന കേട്ടോ. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ ഒരു ഷൂ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഷിമാനോടെ പെഡൽസാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡബിൾ സൈഡ് പെഡലാണ്. അതായത് ഇപ്പോൾ വൺ സൈഡിൽ നമുക്ക് നോർമൽ ഷൂ ഇട്ട് ചവിട്ടാണ്. ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈക്ലിംഗ് ഷൂ ഇട്ട് ചവിട്ടാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് MTB പെഡൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു റിം ബ്രേക്ക് വണ്ടി കേട്ടോ. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒരു പക്ക ക്ലാസിക് റിം ബ്രേക്ക് ലവറാണ്. അപ്പം എന്താ പറയുന്നത്, ഇപ്പം നമ്മുടെ യൂഷ്വലി എല്ലാ ബ്രാൻഡുകളും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ റിം ബ്രേക്ക് വണ്ടികൾ കുറവാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പം എന്താ പറയുന്നത്, റിം ബ്രേക്കാണ് കൂടുതലും നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. സംഭവം കുറച്ചുകൂടെ പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നത് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്, ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് കേട്ടോ. പക്ഷേ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ക്ലാസിക് റിം ബ്രേക്ക് ലവറാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫോർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളി കാർബൺ ടാപ്പേഡ് ഫോർക്കാണ് വരുന്നത്. അപ്പോൾ മെറിഡയുടെ കാർബൺ നമ്മൾ എന്താണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഓൾറെഡി പ്രൂവൺ ആണ്. അതായത് ഓൾമോസ്റ്റ് ഒരുപാട് നമ്മുടെ പ്രീമിയം ബ്രാൻഡ്സിന് കാർബൺ ഫ്രെയിംസ് ചെയ്ത് കൊടുക്കുന്ന മെറിഡ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുപോലെ ഞാൻ സ്റ്റെമ്മിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ സ്റ്റോക്ക് വന്നിരുന്നത് 100 mm മെറിഡയുടെ സ്റ്റെം തന്നെ കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഞാനൊരു 1-2 വീക്സ് റൈഡ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫോർട്ട്, അല്ലെങ്കിൽ ഒരു 100 mm സ്റ്റെം വരുമ്പോഴത്തേനും ഏകദേശം ഇത്രയും വരും. അപ്പോൾ അത് കുറച്ചുകൂടെ റീച്ച് ഉള്ളതുകൊണ്ട് ഞാനത് മാറ്റി. ഇതിപ്പോൾ കൺട്രോൾ ടെക്കിൻ്റെ 1 എന്ന് പറഞ്ഞൊരു സ്റ്റെം കേട്ടോ. ഇത് 70 mm സ്റ്റെമ്മാണ് ഇട്ടേക്കുന്നത്. അതുപോലെ ഇൻറ്റേർണൽ കേബിൾ റൗട്ടിംഗ് ആണ് വരുന്നത്. അത് ജാഗ്വാറിൻ്റെ കേബിൾസാണ് വരുന്നത്. പിന്നെ അതേ നമ്മൾ ബാക്കിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ടയേഴ്സ് വരുന്നത് മെറിഡ കോമ്പ് തന്നെയാണ് കേട്ടോ. റിമ്മ് വരുന്നത് പിന്നെ ടയർ വരുവാണെങ്കിൽ മാക്സിസിൻ്റെ പെർസ്യൂവറിൻ്റെ 700x25 കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇതിൻ്റെ മാക്സിമം നമുക്ക് ഇടാൻ പറ്റുന്ന ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 25 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡിസ്ക് വരുന്ന വണ്ടി അതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 28 വരെ എന്താണെങ്കിലും ഇടാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു യൂണിറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം സൈസ് വരുന്ന 25 ഇടാൻ പറ്റത്തുള്ളൂ ടയർ. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഓഫ് കോഴ്സ് റിലീസാണ് വരുന്നത്. പിന്നെ എന്താണ്, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ മെറിഡയുടെ വണ്ടി എടുക്കാനുള്ളൊരു മെയിൻ റീസൺ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മെറിഡയുടെ ഇപ്പം ഈ സ്കൾപ്ചറ സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെക്ക് തരുന്ന, അതായത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടി വേറൊരു പ്രീമിയം ബ്രാൻഡിലും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭയങ്കര വെർത്തായിട്ടുള്ളൊരു വണ്ടി കേട്ടോ. ഇത് മാത്രമല്ല, ഈവൻ 100, 200, 300, 400 ആണെങ്കിലും എല്ലാം ഭയങ്കര വാല്യൂ ഫോർ മണി കേട്ടോ. പക്ഷേ 200ൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പക്ഷേ സംഭവം ഹൈഡ്രോളിക് അല്ല, മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് 200 വരുന്നത്. അപ്പോൾ അത് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈവൻ റിം ബ്രേക്ക് ആണെങ്കിലും ഓക്കെ, പക്ഷേ എന്താണെങ്കിലും മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ പിന്നൊരു ചോദ്യമാണ്, നമ്മളൊരു റോഡ് ബൈക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും കാർബൺ വണ്ടി എടുക്കണോ അല്ലെങ്കിൽ അലോയ് വണ്ടി എടുക്കണോ എന്ന്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ കാർബൺ വണ്ടി, ഇപ്പം നമ്മുടെ ഒരു കാർബൺ വണ്ടി അലോയ് വണ്ടിയും തമ്മിൽ ഒരു 80K മുതൽ 1 lakh വരെയുള്ളൊരു ഡിഫറൻസ് വരും. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മളൊരു റേസിംഗ് പർപ്പസിനല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം അലോയ് വണ്ടി എടുക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മളൊരു കാർബൺ വണ്ടി, അതായത് കാർബൺ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു വണ്ടി എടുക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ പ്രീമിയം അലോയ് വണ്ടി എടുക്കുന്നതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഗോപ്രോയുടെ ചാർജൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ലൊക്കേഷൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വണ്ടി നമ്മുടെ ഹൈബ്രിഡ് വണ്ടി ഇവിടെ വന്നിട്ടാണ് ഞാൻ ജസ്റ്റ് അതിന് റിവ്യൂ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പം ഓക്കെ, ബൈ, പീസ് ഔട്ട്.